ഞങ്ങളുടെ ചരമവാക്യത്തിലായി. വായനയുടെ പുതുലോകത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകളും സുസ്വാഗതം. വായന വെറുതൊരു ശീലമല്ല, അത് ചിന്തയുടെയും ഭാവനയുടെയും ആജീവനാന്ത പഠനത്തിൻ്റെയും ആഘോഷമാണ്. ഈ സുദിനം അതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ. ഈശ്വര പ്രാർത്ഥനയിലൂടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി ആരവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ ചിന്താ വിഷയം ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമാനമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല ഗ്രന്ഥശാലയ്ക്ക് സമാനമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. വായന വാരാഘോഷ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കാനായി ശ്രീ വിഘ്നേശ്വർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ വായനാ ദിനം ആചരിക്കുകയാണ്. വായന അറിവിൻ്റെ വാതിലുകൾ തുറക്കുന്ന ഒരു മഹത്തായ ശീലമാണ്. പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. അവ നമ്മെ പുതിയ ആശയത്തിലേക്കും അനുഭവത്തിലേക്ക് നയിക്കുകയും നമ്മുടെ ചിന്താശേഷിയും ഭാഷാപരമായ കഴിവുകൾ വളർത്തുകയും ചെയ്യും. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായ PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് വായനാ ദിനം നമ്മൾ ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദേശമായ വായിക്കുക വളരുക എന്നത് നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. ഓരോ ദിവസവും കുറച്ച് സമയം വായിക്കാനായി മാറ്റിവെക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. വായനയെ ശീലമാക്കുകയും അറിവുള്ളവരും ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളരുകയും ചെയ്യും. ഈ നവതി പബ്ലിക് സ്കൂളിൻ്റെ ഈ വർഷത്തെ വായനാ ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. മലയാളിയെ വായന പഠിപ്പിച്ച് അവരെ വായനാശീലമുള്ളവരാക്കി തീർത്ത മഹാനായ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നു. ഒരു ഗ്രന്ഥകാരനായി ജീവിതം തുടങ്ങിയ PN പണിക്കർ ജനങ്ങളെ വായനയുടെ വിത്തുകൾ പാകുന്നതിന് ഏറ്റവും മികച്ച രീതിയിൽ സ്വാധീനം ചെലുത്തി. പല വായനക്കാർക്കും വായന ഒരു വിനോദവും ആനന്ദദായകമായ അന്വേഷണവുമാണ്. പക്ഷേ അതിനപ്പുറം വായന നമ്മുടെ മനസ്സിനും ശരീരത്തിനും വിവിധ ഗുണങ്ങൾ നൽകുന്നു. ജോസഫ് അഡിസൺ പറഞ്ഞു, വായന മനസ്സിനുള്ളതാണ്, ശരീരത്തിന് വ്യായാമം. തീർച്ചയായും വായന സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒരു വ്യക്തിയുടെ മാനസിക ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വായന ഒരു വ്യക്തിക്ക് പുറം ലോകവുമായി വളരെയധികം സമ്പർക്കം നൽകുന്നു. വായന ചിന്തയുടെ ചക്രവാളം ആനന്ദമാക്കും, മാനവികതയെ ദീപിപ്പിക്കും, അറിവ് വർദ്ധിപ്പിക്കും, നല്ല മനുഷ്യനാണ്.
വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. എല്ലാവർക്കും വായനാ ദിനാശംസകൾ.